السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وأنزله المنزلة المقرب عندك يوم القيامة. كلما ذكر الذاكرون وفلان ذكر الغافلون. أما بعد، بسم الله الرحمن الرحيم. وعلى الله فليتوكل المؤمنون. صدق الله المولانا العظيم. لا تصاحب إلا مؤمنا. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മോമിനായ മനുഷ്യന്മാരുടെ അല്ലാണ്ട് എന്താക്കണം, ചങ്ങായപ്പാടാക്കണ്ട. മോമിനായ മനുഷ്യന്മാർ ചങ്ങായപ്പെടുന്നു. മോമിനായ മനുഷ്യന്മാർ ചങ്ങായപ്പാടുകൊണ്ടു ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിയും ആഖിറന്താവണു റഹാത്താണ്. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു, ആ മഹാൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ഉണ്ടല്ലേ, ആ മഹാന് മോണ്ടോട്ട് വസിയത്താക്കടോ, കാര്യം കേൾക്കൂ. ആരോട്ട് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മോണ്ടോട്ട് വസിയത്താക്കടോ, മോനെ ഈ ഭൂമിയിൽ നീന് എത്ര കാല തേക്കിട എന്ന് ഊഹയാക്കിയിട്ട് ആ നിലയ്ക്ക് ഈ ദുനിയാവിടെ പ്രസവി, അത്ര കാട്ടിയാറെ പ്രസവിക്കണ്ട. ദുനിയാവിൽ എത്ര കാലം തേക്കുവേ? അള്ളാഹു റസൂൽ ചെന്ന പോലെ യാറെ ചെന്നെ അറുപതിലൂടെ നിങ്ങൾ അള്ളാഹു റസൂൽ ഉമ്മത്തിമാർ ആയുഷ് 100 വർഷം ചെക്കുമ്മേ, അത്ര കാട്ടിയാറെന്താക്കണ്ട, ഈ ഭൂമിയുടെ പ്രസവിക്കണ്ട. ചെന്നെങ്കിൽ ആഹ്റ സമ്പാദന കൂടുതൽ പക്ക ഇത് ഭൂമിയുണ്ട്. രണ്ടാമത്തെ വസിയത്ത് എന്തോ, അള്ളാഹു എനിക്ക് അള്ളാഹുടെ എടുത്തോ, അള്ളാഹു എനിക്ക് എത്ര അഗത്യമുണ്ട് അത്ര നീ അവൻ്റെ ഇബാദത്തെടുക്കണം. അള്ളാഹുടെ അകത്തില്ലാണ്ട് ആർക്കും ഇല്ല. എല്ലാ എനി ടൈമിലും ഞങ്ങൾ എത്ര കാലം ചെയ്യിച്ചെങ്കിൽ ഓരോ സെക്കൻഡ് പോലും അള്ളാഹു നമുക്ക് അകത്യമുണ്ട്. അള്ളാഹുടെ കലായില്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലേ. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ എപ്പോൾ 24 ഗണ്ട അള്ളാഹു ഇഷ്ടമുള്ളത് മാത്രം കാര്യം ഞങ്ങളെ കൊണ്ടാവണു. അത് ആയിട്ട് ഇബാദത്ത് ഞങ്ങളെ കൊണ്ട് അള്ളാഹു ഇഷ്ടമുന്ന കാര്യം മാത്രം ആവണുണ്ട്. ഇതിൽ അത് വെറുതെ നിസ്കരിക്കും നീ ദയിക്കണ്ട, ദിക്കർക്ക് ദയിക്കണ്ട, ഫിക്കർക്ക് ദയിക്കണ്ട, ശുക്ർക്ക് ദയിക്കണ്ട, ദച്ചിട്ടേ ആവണ്ടെന്തുമില്ല. എല്ലാ അള്ളും ഇഷ്ടം, അള്ളും അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യം ആവണുണ്ടെങ്കിൽ ഞങ്ങളെല്ലാ ഫുള്ള് ആയുഷ് എന്താവു വിഭാഗത്താവു. അപ്പോൾ അള്ളാഹു ഞങ്ങളോട് അള്ളാഹു കൊണ്ട് ഞങ്ങൾ എന്തെല്ലാം കിട്ടണം എന്ന് അകത്യമുണ്ട്. ഇതെന്താക്കണം, അള്ളാഹുടെ സദാ വിഭാഗത്തിലെടുക്കണം. ഞങ്ങൾ രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമത്തെ മഹാനാ ലുഖ്മാൻ ഹക്കീമിൻ്റെ മോനോട് ചൊല്ലി, മോനെ ആഖിറത്തിൽ എത്ര കാലം നീ നിൽക്കടേ, അത്ര കാലത്ത് എന്തെല്ലാം ലഭ്യമാണോ അത് എന്താക്കണം, ഇവിടെ റെഡിയാക്കണമല്ലേ. അപ്പോൾ എത്ര കാലം കട അവിടെ പെർമനൻറ്റ് ആ ബോധക്കൊണ്ടുണ്ട്. ആ ബോധം എന്നിട്ട് ധാരാളം അള്ളാഹുടെ ഓരോ സെക്കൻഡ് പോലും അള്ളാഹുടെ ഇബാദത്തിൽ മുങ്ങണം. ഒരു സമയം മുങ്ങാത്ത ടൈമെല്ലാം വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെന്നിട്ട് അള്ളാഹുടോ ദിക്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ എല്ലാ തപ്പിട എല്ലാ തിದ್ದവും അള്ളാഹുടെ തൗബ ചെയ്തിട്ടിരിക്കണം എന്നാണ് മൂന്നാമത്തെ വസിയത്ത്. നാലാമത്തെ വസിയത്ത്, മോനെ നരകത്ത് പോകാത്ത പോലെ കൈയുടെ പരമാവധി നരകവിമുക്തി ആവും പോലെ ഇവിടെ ജീവിക്കണം. ചെന്നെങ്കിൽ ഞങ്ങൾ ആ കൂടെ ഒരൊറ്റ കാര്യം അള്ളാഹു അനിഷ്ടമായതാവത്തിര. അനിഷ്ടമായതായത് അർത്ഥം എന്തോ, ഞങ്ങളെ തടിരെ നരകത്ത് റെഡിയാക്കിയിട്ടുള്ള എന്ന്. അതുകൊണ്ട് അതാവാത്ത പോലെ നീ വിശേഷ കാവലുണ്ടാക്കണു എന്ന് മഹാനായ ലുഖ്മാൻ ഹക്കീം തൻ്റെ മോളുടെ വസിയത്താക്കണം. അഞ്ചാമത്തെ വസിയത്ത്, നിനക്ക് നരകത്ത് പോയിട്ടെങ്കിൽ അല്ല അള്ളാഹുടെ ശിക്ഷ എത്ര എനിക്ക് സാധ്യമുണ്ടോ അത്ര കൂടെ നിയമവിരുദ്ധമാക്കി എന്ത് പേടിക്കണ്ട. നീ കൂടെ നിയമവിരുദ്ധ ചെന്നെങ്കിൽ അള്ളാഹു അനിഷ്ടമായി നീ കാക്ക എന്ത് പേടിക്കൊണ്ടൊന്നുമില്ല. പിന്നെ എന്തോ അള്ളാഹുടെ ശിക്ഷ എത്ര തിന്നാവൂ അത്ര ആക്കാം. അള്ളാഹുടെ ശിക്ഷ ഒരു സെക്കൻഡ് പോലെ തിന്നാവില്ല ആർക്കും. അതുകൊണ്ട് ഭാരീ ഭയാനകമായ ശിക്ഷ. അതുകൊണ്ട് അള്ളാഹുടെ ജാഗ്രത ആക്കണം. അള്ളാഹുവേ നിൻ്റെ ശിക്ഷയിൽ നിങ്ങളെ പരിപൂർണമായ നിലക്ക് ശിക്ഷമേ ഇല്ലാത്ത സ്വാലികളെ പുറത്താക്കുന്ന നിലക്ക് അള്ളാഹുടെ വിരുദ്ധമായത് അള്ളാഹു അനിഷ്ടമായതാവത്താൽ വിശേഷ കൈ ഉണ്ടാക്കണം. ഇതായിട്ട് അഞ്ചാമത്തെ വസിയത്ത്. ആറാമത്തെ വസിയത്ത്, മഹാനാ ലുഖ്മാൻ ഹക്കീം ചൊല്ലി, മോനെ നിക്ക് ദോഷാക്കുകപ്പാകും മനസ്സൈത്യങ്ങൾ അള്ളും അള്ളാഹ് റസൂലും മലക്കുക ഇല്ലാത്ത പക്കത്ത് തേടുക. എത്ര വേണേ ആക്കാം. അള്ളും ഇല്ലാത്ത പക്ക, അള്ളാഹ് റസൂൽ ഇല്ലാത്ത പക്ക, മലക്കങ്ങ ഇല്ലാത്ത പക്ക എവിടെയുണ്ട്? ഇല്ല. അതുകൊണ്ട് എന്താവല്ല, അങ്ങില്ലാത്ത പക്ക ഇല്ലാത്ത കൊണ്ട് ദോഷാവാത്ത പോലെ എന്താ സദാ റെഡിക്കണം അള്ളാഹ് അങ്ങ് നോക്കിയിട്ടുള്ളാറ്. പിന്നെ 4 കാര്യ ഈ റെഡിയാവണ്ട, ഉറങ്ങണ്ട. 4 കാര്യം നിന്നുള്ളിൽ ഈ കാണ്ട നീ എപ്പോൾ ഉറങ്ങോ. ഒന്ന്
ഒന്നു നിൻ്റെ ശത്രുത്വമുള്ളാണിത്. അതുകൊണ്ട് നീ ഉറങ്ങേണ്ട മുതൽ എന്താക്കണം, അതുകൊണ്ട് നീ മിത്രാക്കുന്ന അവനോട് അറസ്റ്റ് കൊണ്ടിട്ട് ഫിറസാക്കി വിടണു. കാരണം എപ്പോൾ ഇസ്രായേൽ പഠിച്ചുള്ളാവില്ലല്ലേ, അതും മഹാൻ എന്തോ ആർട്ടും അറസിക്കുത്തരല്ലേ. ഓർത്തോട്ടും അറസില്ലാത്ത ജീവിതം ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം. കാരണം ഏത് ടൈമിൽ ഇസ്രായേൽ പഠിച്ചുള്ള സാധ്യമല്ലല്ലേ. രണ്ടാമത്തെ കാര്യം അള്ളാഹു ഫർലാക്കിയ കാര്യത്തെ അത് ഉറങ്ങട മുതൽ എല്ലാം നിൻ്റെ ഫറലെന്തോ അതെല്ലാം ഫറലാക്കാരെ പൂർണ്ണമായ നിലക്ക് എല്ലാ കൈയുടെ പരമാവധി ജാഗ്രത ആക്കിയിട്ട് അള്ളാഹുടെ ദാസാവും പോലെ ജീവിക്കണം. മൂന്നാമത്തെ കാര്യം എപ്പോൾ എത്ര ദോഷം വന്നിട്ടുണ്ട് അള്ളാഹ് അല്ലാണ്ട് വേറെ കൊണ്ടുണ്ടാ ഇല്ല. അതുകൊണ്ട് സദാത്തോ ഗൊന്തില്ലാണ്ട് ഗുട്ടായിട്ട് റെട്ടായിട്ട് എത്രമാ ദോഷം വന്നാൽ അള്ളാഹ് നിൻ്റെ മഹലായ ഫضل കൊണ്ട് നീ പൊരുത്തപ്പെട്ട മഹതിന്മാർ പറയുന്നുണ്ട് എല്ലാ ദോഷത്തെ നീ മാഫാക്കണം അള്ളാഹ്. അങ്ങനെ ബറക്കത്ത് കൊണ്ട് തന്നെ മാഫാക്കെന്നുള്ള തോബ സദാ വേണു. നാലാമത്തെ വർഗം മുതലു ഏത് വസിയത്തെല്ലാം ഉണ്ടെങ്കിലും അത് ബാക്കി ഔത്തുറം പോകും. ബാക്കി വസിയത്തികളല്ലേ അത് ഇൻഷാല്ല എൽജിബിക്കുള്ള കൈ ഉണ്ടാക്കണം. ചെന്നെങ്കിൽ മക്കയത്ത് മക്ക വസിയത്ത് ആറുള്ളാർ അങ്ങ് വസിയത്താക്കണം. അള്ളാഹും റസൂൽ നിങ്ങൾ അങ്ങേറ്റം പിരിച്ച വെക്കൂ. അങ്ങനെ പിരിച്ച നിങ്ങൾ എല്ലാ പക്കവും ജയിപ്പിക്കട്, സന്തോഷിപ്പിക്കട്, റാഹാത്താക്കട്, കുശിയാക്കട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മൂത്തരും അള്ളാഹ് റസൂലിൻ്റെ പിരിച്ചത്ത് വോൾട്ടേജ് ആറാക്കുള്ള ബാക്കി ഉണ്ടാക്കൂ എന്ന് ഞങ്ങൾക്ക് സംബന്ധപ്പെട്ട വസിയച്ചുള്ള ചൈതന്യം ഉണ്ടാക്കണം. അതെല്ലാം ഉണ്ടാക്കും. അള്ളാഹുവിൻ്റെ മഹലായ ഫضل കൊണ്ട് ലുക്കുമാൽ ഹക്കീമിൻ്റെ ഹക്ക് ജാഹവർക്കുന്നുണ്ട്. അവിടുത്തെ മക്കളെ വർക്കത്തുകൊണ്ട് എല്ലാം നമ്മൾ നീ പ്രധാനം ചെയ്യണം. ഹമനങ്ങളെല്ലാം പ്രവർത്തനം നീ സ്വീകരിക്കുക. അല്ലാഹ് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.